നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേഫ, പാറ എന്ന് നീ വിളിക്കപ്പെടും. ഒരു ജീവിതകാലം പാലിക്കാനുള്ള വചനം ഈ 3 വചനത്തിലുണ്ട്. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ചു. അതായത് ഈ പറഞ്ഞത് കേൾക്കുക എന്ന് പറയുന്നത് അനുസരണത്തിന്റെ കൂടി ഒരു അടയാളമാണ്, ശിഷ്യത്വത്തിന്റെ വലിയൊരു അടയാളമാണ്. യോഹന്നാൻ ഇവിടെ ഒരു തരത്തിലൊരു ആത്മീയ പിതാവിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ ഒരു ആത്മീയ പിതാവ് പറയുന്നത് കേൾക്കുക. ആത്മീയ പിതാവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുക എന്ന് തന്നെ വെച്ചാൽ അത് ആ വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. പലർക്കും കിട്ടാറൊന്നുമില്ല. പലരും ഒരു ആത്മീയ പിതാവില്ലാതെ തന്നെ ജീവിതം അവസാനിച്ചു. അങ്ങനെ നമുക്ക് ഒരു ആത്മീയ പിതാവിനെ ദൈവം തരികയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കും. 1 കൊരിന്തോസ് 4:15. 1 കൊരിന്തോസ് 4:15. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആത്മീയ പിതാവ് പറഞ്ഞത് കേൾക്കുന്നു, കേട്ട് അനുഗമിക്കുന്നു. ആരനുഗമിക്കുന്നു? അവനെ അനുഗമിച്ച. അവനെന്ന് പറഞ്ഞ ആരാ? പറഞ്ഞത് കേട്ട് ഈശോനെ കുറിച്ചല്ലേ പറഞ്ഞുണ്ടാവുക. അപ്പൊ ഈശോയെ അല്ലാതെ ആത്മീയ പിതാവിനെ അല്ല അനുഗമിക്കുന്നത്. ആത്മീയ പിതാവിനെ അനുഗമിക്കാൻ ആരും പഠിപ്പിക്കുന്നതും ശരിയല്ല. ആത്മീയ പിതാവിനെ അല്ല അനുഗമിക്കേണ്ടത്, ഈശോയാണ് അനുഗമിക്കുന്നത്. യഥാർത്ഥ ആത്മീയ പിതാവ് നയിക്കുന്നത് ഈശോയിലേക്കായിരിക്കും. കാരണം ആ ആത്മീയ പിതാവിന് ഉണ്ടാകേണ്ട 2 ക്വാളിറ്റീസ് എന്താണ്? ദൈവവചനവും ജ്ഞാനവുമാണ്. ആ ആളിൽ നിന്ന് വരുന്നത് വചനവും ജ്ഞാനവും ആകുമ്പോൾ ആള് ആരിലേക്കാണ് നയിക്കുന്നത്? ഈശോയിലേക്ക്. അതാണ് യഥാർത്ഥ. ഇനി ഈ ആത്മീയ പിതാവിന് ഉണ്ടാകേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് ഗലാത്യർ 4:19. ഗലാത്യർ 4:19. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരു ആത്മീയ പിതാവ് ഇങ്ങനെ ഒരു ആത്മാവിൽ ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ അനുഭവിക്കുന്നതാണ്, ആത്മാവിലുള്ള വേദനയാണ് ഇവരെ രൂപാന്തരപ്പെടുത്തുന്നത്. അല്ലാതെ അതും ഇതും പറഞ്ഞു പോയത് കൊണ്ടൊന്നും ഒരാൾ ആത്മീയ പിതാവില്ല. ഈ വേദന അനുഭവിക്കണം. നമ്മൾ ഓരോ തരത്തിലും മറ്റുള്ളവരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നയിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ കണ്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അന്ത്രയോസ്. അന്ത്രയോസ് ഒരു വലിയൊരു മിഷണറി ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ആ മിഷണറി ഹൃദയം ആൾക്ക് കിട്ടിയത് ഈശോയെ അനുഗമിച്ചു എന്നുള്ളതാണ്. ജോബ് 23:11. ജോബ് 23:11. എന്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. ജോബ് 23:11. ഇങ്ങനെ ഇതുപോലെ ആഴമായിട്ട് ആത്മീയ പിതാവ് പറഞ്ഞ് ഈശോയെ അനുഗമിക്കുന്ന വ്യക്തികള് ഈശോയിലേക്ക് നയിക്കുന്നവരായിട്ട് മാറും. ഏശയ്യ 2:3. ഏശയ്യ 2:3. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും.
കർത്താവിന്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. ഏശയ്യ 54:13. ഏശയ്യ 54:13. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഇങ്ങനെ ആഴമായി അനുഭവിച്ചവർക്ക് മാത്രമേ ഈശോയിലേക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ. ഈ സെന്റ് ആൻഡ്രൂ ഇങ്ങനെ ഒരു വലിയ ഒരു കൃപയുണ്ട്. ഇത് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന സെന്റ് ആൻഡ്രൂയുടെ മധ്യസ്ഥതല്ലേ, എനിക്ക് ഈശോയുടെ അടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകണം, വേറെ എന്നിലേക്കോ വേറെ ഒരു സ്ഥലത്തേക്കും അവർ പോകാൻ ഇടയാവരുത്, ഒരു ആത്മീയ വാശി ഉണ്ടാവും. എനിക്ക് ഞാനായി ബന്ധപ്പെടുന്ന വ്യക്തികൾ എല്ലാവരും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഈ സെന്റ് ആന്റണി ആദ്യം കൊണ്ടുവന്നത് സെന്റ് പീറ്ററിനെയാണ്. അത് നമ്മൾ പിന്നെ വായിക്കുന്നുണ്ടല്ലോ, അടുത്ത വചനത്തിൽ വായിക്കുന്നത്. പിന്നെ നമുക്ക് യോഹന്നാൻ 6 കാണുന്നുണ്ട്. 6, 8, 9 ഒരു കുട്ടീനെ പരിചയപ്പെടുത്തി കൊടുക്കും. അതൊന്ന് വായിക്കാം. യോഹന്നാൻ 6, 8, 9. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. ഈ കുട്ടീനെ എങ്ങനെയാണ് ഈ പുള്ളി കണ്ടുപിടിച്ചത്? എന്തോ ഒരു തിരക്കുള്ള സമയമായിരുന്നു എന്നറിയാനോ അവിടെ. നമുക്ക് അതിന്റെ ഒരു 2 വചനം വായിച്ചു കഴിഞ്ഞാൽ കാണാം. അവിടെ 5 ഒന്ന് വായിച്ചോ. 5. യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഈ വലിയ ജനതയുടെ ഉള്ളിൽ ഈ ഒരു ചെറിയ പയ്യനും അവന്റെ കയ്യിലുള്ള ഈ മീനും സംഭവം എങ്ങനെ ഈ മനുഷ്യൻ കണ്ടുപിടിച്ചത്? അതായത് എത്ര തിരക്കിന്റെ ഇടയിലും എത്ര തിരക്കിന്റെ ഉള്ളിലും ഈശോയ്ക്ക് വേണ്ടി ആൾക്കാരെ കണ്ടുപിടിക്കുകയും ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കുകയും, എനിക്ക് തിരക്കാന്ന് പറഞ്ഞിട്ട് ഈശോയെ കൊടുക്കാത്ത തിരക്ക് എന്താ നമുക്കുള്ളത്? ഈശോയെ ധ്യാനിക്കാന് ഒഴിച്ചുള്ള തിരക്ക് എന്താണ് നമുക്കുള്ളത്? അങ്ങനത്തെ തിരക്ക് ഈശോയിലേക്കല്ല നയിക്കുന്നത്. അത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ജീവിച്ച് കടന്നു പോകുന്ന ഒരു ജീവിതമാണ്. അതല്ല മിഷണറി ഹൃദയം എന്ന് പറയുന്നത്. ഇതൊന്ന്. ഇനി നോക്കിയാൽ യോഹന്നാൻ 12 അവിടെ ഈ ഗ്രീക്കുകാർ വരുന്നുണ്ട്. 12, 20, 21. യോഹന്നാൻ 12, 20, 21. തിരുനാളിൽ ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു. ഹെഡിങ്: തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്സയിദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. ഇതാണ് പണി നമുക്ക്. അത് കഴിഞ്ഞ് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഈശോ പഠിപ്പിച്ചോളും. പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ നടക്കേണ്ട കാര്യമില്ല. ഒരു അവരെ ഈശോ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് ഉറപ്പായാൽ നമ്മൾ പിന്മാറണം. അല്ലാണ്ട് പിന്നെ അവരെ കൂട്ടി നിർത്തി ഇതാട്ടോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഈശോയിലേക്ക് എത്തി എന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ വേദന, അതാണ് നമ്മൾ ഗലാത്യ 6 നമ്മൾ വായിച്ചൊരു നേരത്ത്, അല്ല 4:19 അങ്ങനെ വേദന സഹിച്ച് ഉറപ്പായി അവർ ഈശോയിലേക്ക് എത്തി പറഞ്ഞാൽ പിന്നെ നമ്മൾ സീനിന് മാറണം. പിന്നെ നമുക്ക് റോളില്ല. ഈശോയുടെ ആർക്കും റോളില്ല. ഇതാണ് ശരിക്കും നമ്മൾ വളർത്തിയെടുക്കേണ്ട ആത്മീയ ബോധം. ഇനി ഇങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു വചനത്തിലൂടെയും ഒരു കാര്യം മനസ്സിലാക്കാം. 42 ഒന്നുകൂടി വായിക്കാം. യോഹന്നാൻ 1:42. യോഹന്നാൻ 1:42. അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേഫ, പാറ എന്ന് നീ വിളിക്കപ്പെടും. അതായത് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തിലൂടെ ആൾക്കാരെ തന്നെ, അതായത് ഈശോ ആവുന്ന വചനം കൊടുത്ത് കുർബാനയിലേക്ക് കൊണ്ടുവന്നു. കുർബാനയിൽ പങ്കെടുത്ത് അത് അവരെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. ഇതൊരു പ്രോസസ്സാണ്. ഇതാണ് 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിന് നമുക്ക് ഈ നാമം എന്ന് പറയുന്നത് ഈശോയുടെ ഫേവറാണ്, അതുപോലെ ഈശോയുടെ ഡിഗ്നിറ്റി ആണ്, ഈശോയുടെ ഐഡന്റിറ്റി ആണ്. 3 കാര്യമാണുള്ളത്. അതായത് ഫേവർ, ഡിഗ്നിറ്റി, ഐഡന്റിറ്റി. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ്,
ഐഡന്റിറ്റി എന്ന് പറഞ്ഞ വ്യക്തിത്വം, ഫേവർ എന്ന് പറഞ്ഞ പ്രത്യേക താല്പര്യം, ഇത് നമുക്ക് കുറെ കൂടി ആഴമായിട്ട് മനസ്സിലാകുന്നത് വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വചനത്തിലാണ്. വെളിപാട് 2:17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. ഇത് ഈ നിഗൂഢ മന്ന എന്ന് പറയുന്നത് കുർബാനയാണ്. പിന്നെ ആ നാമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ കിട്ടുന്ന നമുക്കൊരു ഐഡന്റിറ്റിയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് നമ്മള് ഇപ്പൊ കാണുന്ന ആൾക്കാരൊന്നും അല്ല. ഏഷ്യ 11:2, 1 കൊരിന്ത്യസ് 12, അതുപോലെ ഗലാത്യ 5:22 ഒക്കെ വന്നാൽ നമ്മൾ ടോട്ടലി ന്യൂ ഐഡന്റിറ്റിയാണ്. ഏഷ്യ 62:2 പറയുന്നു. ഏശയ്യ 62:2. ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. Praise the Lord. Praise the Lord.